ബിൻഷ, ഇന്ന് ശബരിമല മകരവിളക്കിന്റെ ദിവസമാണ്. അതൊരു പുണ്യ ദിവസമാണ്. പുണ്യ ദിവസമാണ്. ഇന്ന് വളരെയേറെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പക്ഷേ ശബരിമല മകരവിളക്ക് നടക്കുമ്പോഴും അതിനുള്ള തയ്യാറെടുപ്പുകൾ എപ്പോഴും പുരോഗമിക്കുമ്പോഴൊക്കെ തന്നെ വരുന്ന ഒരു ചോദ്യമുണ്ട്, തന്ത്രിയുടെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പങ്ക്. ദിവസം ചെല്ലുന്ന ഉറപ്പ് അത് ശരിക്കും ശബരിമല പോയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പോയിട്ടില്ല. കുട്ടിക്കാലത്ത് പോകാൻ പറ്റില്ല, ഇനിയെങ്കിലും പോകണമെന്നാണ്. നല്ല പ്രായമായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല തന്ത്രി എന്ന് പറയുന്നത് വളരെ ഉയർന്നൊരു പദവിയാണ്. ശബരിമല ഒരു അവസാന വാക്കാണ് തന്ത്രി. ശാസ്താവിൻ്റെ ദൈവത്തിൻ്റെ തന്നെ പിതൃസ്ഥാനീയനാണ് അദ്ദേഹം. അപ്പം അങ്ങനത്തെ ഒരാളിലേക്ക് പോലും ഇപ്പോൾ ഈ അന്വേഷണം എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഞെട്ടിപ്പിക്കുന്നതിലുപരി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അയ്യപ്പന്റെ ശക്തി കൂടിക്കൂടി വരികയാണ്. അയ്യപ്പനോട് കളിച്ചവരാരും പിന്നെ രക്ഷപ്പെടില്ല എന്ന് വലിയ വിശ്വാസിയാണെന്ന് സത്യമാണ്. അപ്പൊ അതനുസരിച്ച് സത്യമാണ്. അത് നമ്മൾ ഇനി യുക്തിവാദിയാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ഒക്കെ തന്നെ അതിലൊരു കാര്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അയ്യപ്പനോട് കളിച്ചവരാരും നേരെ പോയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മൾ ഒരു വിശ്വാസം എന്നുള്ള നല്ല എനിക്കും അത് തന്നെ പറയാം. തന്ത്രിയുടെ കേസല്ല. ഇപ്പൊ തന്ത്രി ആദ്യമായി വരുന്ന ഹൈക്കോടതി പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഇതിലെ വളരെ പ്രധാനപ്പെട്ട വമ്പസ്രാവുകൾ രക്ഷപ്പെടരുത് എന്ന് ഹൈക്കോടതി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മാത്രമല്ല ഇത് പത്മകുമാർ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവതുല്യനായ ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ. അപ്പൊ ആരെന്ന് പറഞ്ഞില്ല. അപ്പൊ ആരാണ് മന്ത്രി ദൈവതുല്യനാവില്ലല്ലോ. അപ്പൊ അന്നങ്ങനെ സംശയം വന്നിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ നിരന്തരമായ ഇടപെടലുണ്ടായി. പക്ഷെ പിന്നീട് നടത്തിയ ഈ പക്ഷേ അന്വേഷണ സംഘത്തിന് നേരത്തെ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നിരിക്കാം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയാം. കാരണം ഹൈക്കോടതി നിരീക്ഷണമുണ്ട്. അവര് ഇടയ്ക്കിടയ്ക്ക് രൂക്ഷ വിമർശനം അതെ. ഇവിടെ നമ്മൾ പ്രധാനമായും നമ്മളിപ്പോൾ തന്ത്രിയായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വലിയൊരു സംഭവം, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, മലയാള മലയാളി ബിൻഷാറിന് മുമ്പാണ് മലയാള മലയാളി ഇക്കാര്യത്തിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്നതാണ്. ഈ പ്രത്യേകിച്ച് ശബരിമല ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട കാര്യം. ഈ വാജിവാഹനം അവർ കൊടിമരമൊക്കെ മാറ്റിയ സമയത്ത് ഇത് കൊണ്ടുപോയിരുന്നു. ഇത് ശരിക്കും ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. അവസാനം ഇത് വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്താണ് ഇത് തിരികെ തന്ത്രിയുടെ കൈവശമെത്തുന്നത്. ഇത് ഇപ്പോൾ ഈ സ്വർണ്ണക്കൊളയെ ബന്ധപ്പെട്ട വിവാദം ഉണ്ടായപ്പോഴാണ് തന്ത്രി പറയുന്നത് എൻ്റെ കൈവശം ഉണ്ടെന്നുള്ളത്. പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിച്ചത്, ആരാണത് കൊണ്ടുപോയത്, എങ്ങനെയാണ് അതിന്റെ കൈവശമെത്തിയെന്നുള്ള കാര്യം വ്യക്തതയില്ല. വാജിവാഹനം ഒരു കൊടിമരത്തിൽ ഏറ്റവും മൂല്യമുള്ള ഒരു സാധനം, 11 കിലോ തൂക്കമുള്ളതാണ്. ഇത് പഞ്ചലോകത്തിൽ നിർമ്മിച്ച് സ്വർണം കൊണ്ട് പൊതിഞ്ഞതാണ്. അപ്പൊ നമുക്കറിയാം, ഈ നമ്മൾ ഇപ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് എപ്പോഴും ശബരിമല എന്നാൽ ഇത്തരം പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രങ്ങളുടെയൊക്കെ തന്നെ അവിടുത്തെ ഓരോ വസ്തുവിന്റെ മൂല്യം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഒരു പവന്റെ ഒരു മാല അവിടെ ഉണ്ടെങ്കിൽ അത് 1 പവന്റെ സ്വർണത്തിന്റെ വില അല്ല അതിനുള്ളത്. മൂല്യം കൂടുതലാണ്. ആത്മീയ മൂല്യം നമ്മൾ പറയും എത്രയോ കൂടുതലാണ്. അപ്പൊ ഈ വാജിവാഹനം എങ്ങനെ വന്നു, അതെങ്ങനെ എടുക്കാൻ കഴിഞ്ഞു, അതെങ്ങനെ ഒരു തന്ത്രിയുടെ വീട്ടിലത് കൊണ്ടുപോയി, വീട്ടിലെങ്ങനെ എത്തി എന്നുള്ളത് പ്രസക്തമാണ്. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി കഴിയില്ലല്ലോ. തന്ത്രിയാണെങ്കിൽ പോലും തന്ത്രി തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ദ്വാരപാലക ശില്പങ്ങളിലാണല്ലോ ഇപ്പൊ അന്വേഷണം നടത്താനും അറസ്റ്റ് ചെയ്യാനും പറഞ്ഞേക്കുന്നത്. അപ്പൊ അവര് തന്നെ പറഞ്ഞു തന്നെ മങ്ങലേറ്റു, അതുകൊണ്ട് അത് പുനഃസ്ഥാപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ശില്പങ്ങളൊക്കെ മാറ്റി സ്ഥാപിക്കാനൊക്കെ നോക്കി. അല്ല, മാത്രമല്ല ഇവിടെ വരുന്ന വേറൊരു ചോദ്യമുണ്ട്, അഷ്ടദിക്പാലരെയൊന്നും കാണുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ശബരിമലയിലെ ഒരുപാട് അവിടുത്തെ നമ്മളെല്ലാം പോകുന്നത് അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ തന്നെ ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അത് അവിടെ നമ്മൾ അവിടുത്തെ പൂജാരിമാർ തന്ത്രികത്തിന് പൂജ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പൂജാ വസ്തുക്കൾ പോലും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ആ തന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്തം ഉണ്ട്. അതിലൊന്നും സംശയം വേണ്ട കാര്യത്തിൽ. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തന്ത്രിയോട് ചോദിക്കാതെ അവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. തന്ത്രിയാണ് അന്തിമ വാക്ക്. തന്ത്രി അറിയാതെ എടുത്തുകൊണ്ട് പോകുന്നു. തന്ത്രി നേരത്തെ ഒരിക്കൽ പറഞ്ഞ വാതിൽ പളയിൽ കൊണ്ടുപോയത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെ അദ്ദേഹം നിത്യം അവിടെ ഈ എപ്പോഴും ഉള്ള ആളാണല്ലോ. എല്ലാവരുടെ മനസ്സിലുണ്ടാവില്ല എന്തൊക്കെയാണ് സ്വർണ്ണം. എത്ര തവണ അദ്ദേഹം ഒരു ദിവസം ശ്രീകോവിലിനകത്ത് പ്രവേശിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം കണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പം പറയാൻ പറ്റാവുന്നൊരു കാര്യം, അവിടെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ കമ്മീഷണറുണ്ട്, ജഡ്ജാണ് അദ്ദേഹം, ജില്ലാ ജഡ്ജിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞാൽ അപ്പൊ ഹൈക്കോടതി അറിയിക്കുമായിരുന്നു ഇക്കാര്യങ്ങൾ. ഇത് എന്താ പറയാ, വേലി തന്നെ വിളവ് തിന്നാന്ന് പറയുന്ന എന്ന അവസ്ഥയിലേക്ക് എത്തി. നമുക്കത് ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോഴും നമുക്ക് വല്ലാത്ത നമ്മളെ വിഷമിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തന്ത്രി ഈ കേസിൽ കുടുങ്ങുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ കോടതി പറഞ്ഞതും അത് തന്നെയാണ്. എങ്ങനെയാണ് ഒരു പോറ്റി ഇങ്ങനെ ഇടപെട്ടത്, പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് വിശ്വാസികളെ ഇനി ദേവസ്വം ബോർഡിൽ എടുക്കണമെന്ന്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇയാള് കർണാടകത്തെ ജലഹള്ളിയിൽ ഒരു ചെറിയ അമ്പലത്തിൽ ഒരു അമ്പലത്തിലെ പൂജാരിയാണ്. ആ അമ്പലത്തിന് തന്ത്രി കണ്ഠരര് രാജീവരായിരുന്നു. അങ്ങനെ ഇയാൾ ഇവിടെ എത്തി വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇയാൾക്ക് ഇത്രയും ഇവിടെ ഒരു പവർ ഉണ്ടാവണമെങ്കിൽ തന്ത്രിയായിട്ട് ബന്ധം കാണും.
ആ ഒരു ബന്ധം ഇയാൾ ഫലപ്രദമായി ദുരുപയോഗം ചെയ്തു. പക്ഷെ അതിന്റെ ഗുണഭോക്താക്കളെ ഇവരെല്ലാവരും മാറി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ തന്ത്രി രണ്ടാമതൊരു കേസിൽ കൂടെ പ്രതി ചേർത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇത് നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ ഇത് വേലി ഇളവ് തിന്നുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയോ നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടത്. അത് ഒരു തന്ത്രി ആയാലും ഇനി രക്ഷപ്പെടില്ല എന്ന് തന്നെയാണ്. കുറച്ചു നാളൊക്കെ ആയപ്പോൾ ക്ഷമിക്കുമായിരിക്കും, അത് എവിടെ വരെ പോകും എന്നറിയാം. ചോദ്യം ഇതിന്റെ എല്ലാം പിന്നിൽ മന്ത്രിയാണോ തന്ത്രിയാണോ എന്നുള്ളതാണ്. അതാണ് ചോദ്യം. മന്ത്രി ഇതൊക്കെ അറിയാതിരിക്കില്ല എന്തായാലും, അത് നമുക്കറിയാം. കാരണം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, മുൻ അംഗം, പിന്നെ പലരും ജയിലിൽ അകത്ത് കിടക്കുന്നുണ്ട്. ഇനി ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന KP ശങ്കരദാസും പിന്നെ മന്ത്രിയായിരുന്ന കടമ്പള്ളി സുരേന്ദ്രനും അല്ലെങ്കിൽ നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്തൊക്കെയാണ് ഇനി അവിടെ ഇതിന് ക്യൂവിലുള്ളവർ. ശങ്കർദാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും ICUലാണെന്ന് പറഞ്ഞിട്ട് അവരുടെ മകൻ പോലീസ് ആയതുകൊണ്ടാണോ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ ഹൈക്കോടതി തന്നെ ചോദിച്ചൊരവസ്ഥ ഒരു വന്നു. ഇവിടെ തന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച, ഒരു തന്ത്രി തന്ത്രി ഈ പൈസയൊന്നും പറ്റിയിട്ടില്ല എന്ന് ഇരിക്കട്ടെ, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായി. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലുള്ള ഈ രീതിയിൽ വിളയാടാൻ വിട്ടത് തന്ത്രിയുടെ സ്വന്തക്കാരനാണ്, സ്വന്തം ആളാണ് എന്നുള്ള ധൈര്യത്തിൽ തന്നെ ആയിരിക്കും ആളുകളെല്ലാം ചെയ്തത്. പിന്നെ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇവരൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലുള്ള ആളുകൾ ഈ വലിയ പണക്കാരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളൊക്കെ ഈ ഇത്തരത്തിലുള്ള ഫ്രോഡുകളെല്ലാം തട്ടിപ്പാരൊക്കെ പരിപാടിയുണ്ട്. അവരെ ഭക്തി മുതലെടുക്കുക. അപ്പോൾ ഇവിടെ കൊണ്ടുവരും, ശബരിമല കൊണ്ടുവരും, ഇത് തന്ത്രിയെ പരിചയപ്പെടുത്തുന്നു, തന്ത്രി അദ്ദേഹത്തെ പ്രത്യേക അനുഗ്രഹിക്കുന്നത് കൊണ്ടുവരൊക്കെ കൊടുക്കുന്നു. അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ പൂജയ്ക്ക് ശബരിമല സീസൺ അല്ലാത്ത സമയത്ത് ഒരു പണക്കാരുടെ വീടുകളിൽ ഒരു പൂജ നടത്താൻ പോകുന്നുണ്ട്. അപ്പോൾ അത് പണ്ട് വിജയം വലിയ വിമാനക്കമ്പനി തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ഈ വലിയ തന്ത്രിമാരൊക്കെയാണ് അവിടെ ചെന്നാൽ വിമാനങ്ങൾക്ക് പൂജ നടത്തിയെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് അറിഞ്ഞൂടെ. ഏതായാലും ഈ നമുക്കറിയാം ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രി എന്ന് പറഞ്ഞാൽ വളരെ വലിയ പദവിയാണ്. അത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വളരെ ധനികന്മാരെ ആളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് ദക്ഷിണ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവരെ വലിയ ഒരു ദൈവതുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കുറച്ചെങ്കിലും ഭക്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു അല്ലേ? തീർച്ചയായും എന്ന് നമ്മൾ കരുതേണ്ടി വരും. കാരണം ഇത് അന്വേഷണം ഇപ്പോൾ നീളുന്ന രീതി അനുസരിച്ച് നോക്കുമ്പോൾ ഇനിയും ആരിലേക്കൊക്കെ പോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും ഈ തന്ത്രിയെ പോലുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നമുക്ക് നമ്മൾ ധാർമ്മികത എന്നൊരു കാര്യമുണ്ട്. നമ്മൾ സ്വന്തം മനസാക്ഷിയോട് നമ്മളൊന്ന് ചോദിക്കണമല്ലോ. പൈസയ്ക്ക് വേണ്ടി നമ്മൾ മനുഷ്യന് ജീവിക്കാൻ പൈസയൊക്കെ വേണമെങ്കിൽ പോലും പൈസയ്ക്കും പദവിക്കും ഒക്കെ വേണ്ടി, അതല്ലെങ്കിൽ സ്വന്തമായി പൈസ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും ഇയാളെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇങ്ങനെ ഒരാളെ പ്രോത്സാഹിപ്പിക്കുകയും ഇയാൾ വിളിച്ചുകൊണ്ട് വരുന്ന ആളൊക്കെ ആരാണെന്നുള്ളത് ഒന്ന് അന്വേഷിക്കേണ്ടത്. ഇങ്ങനെ ഒരുത്തനുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഒരാളിനെ മനുഷ്യനെ പരിചയപ്പെടുത്തിയാൽ അയാളെക്കുറിച്ച് ഞാൻ പിന്നീട് അന്വേഷിക്കുമ്പോൾ മോശക്കാരനാണെന്ന് ഞാൻ പറയില്ലേ, ഇവനെ സൂക്ഷിച്ചോളാം ഞാൻ പറഞ്ഞതുപോലെ അല്ലാന്ന് പറയില്ലേ. അത് ഞാൻ ഇത് വർഷം എത്രയായി അതാണ് ചിന്തിക്കേണ്ടത്. ഈ തന്ത്രിയും ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് നമ്മളുടെ ബന്ധം തുടങ്ങിയിട്ട് വർഷം എത്രയായി? വർഷം ഒരുപാടായി. മൗനാനുവാദം നൽകിയത് സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ എടുത്തോ അങ്ങനെ പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു തന്ത്രിക്ക്. എപ്പോഴും ഈ തന്ത്രി തന്നെയല്ലേ ദൈവത്തെ ഇങ്ങനെ പൂജിക്കുന്നതെന്നും. അതാണ് തന്ത്രി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എത്രയോ ക്ഷേത്രങ്ങൾ തന്ത്രിയാണ് അദ്ദേഹം. ഈ താഴവൺ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ എത്രയോ വലിയ ക്ഷേത്രങ്ങളിൽ പിന്നെ തന്ത്രി സ്ഥാനം ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ച ഒരു വശത്ത്, അദ്ദേഹം ഇൻവോൾവ് ആണ് എന്ന് തന്നെ നമ്മൾ ശരിക്കും കരുതേണ്ടി വരും. കാരണം ആ രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. ഈ പിന്നെ വാജുവാഹനം സ്വന്തം വീട്ടിൽ വെച്ചിരുന്നു, അത് വീട്ടിൽ വെക്കാൻ പാടില്ല എന്ന് നമ്മളെ ആരെക്കാളും നന്നായി അറിയുന്ന ആളാണ് അദ്ദേഹം. നമുക്ക് സാധാരണക്കാർക്ക് പോലും അറിയുന്ന വിവാദമായപ്പോഴാണ് ഇതിന്റെ കൈവശമാണ് അദ്ദേഹം പറഞ്ഞത്. അത്ര നാൾ അദ്ദേഹം മറച്ചു വെച്ചു എന്നുള്ളൊരു പ്രശ്നം ഇതിന്റെ ഭാഗത്തുനിന്ന്. എന്നിലേക്ക് അന്വേഷണം വരുമോ എന്നുള്ളത് കൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്, എന്റെ രണ്ടെടുത്തോണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അതൊക്കെ പിന്നെ വിരലിച്ച് കൊണ്ടുവന്ന ഇതിൽ വലിയൊരു നെക്സസ് ഇതിന്റെ പിന്നിൽ ഉണ്ടാകാം. പക്ഷേ നമുക്ക് അജ്ഞാതരായ ഇനി ഇവർക്ക് മുകളിലുള്ള വേറെ ഏതെങ്കിലും ശക്തികളുണ്ടാകും. കാരണം ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഈ പുരാതന വസ്തുക്കൾക്കും അതുപോലെ ഈ ദൈവികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഭയങ്കര ഡിമാൻഡാണ്. നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറമുള്ള പണം അവർ കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത് നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടിയുടെ കച്ചവടം നടക്കുന്ന സ്ഥലമായിരിക്കും. ചിലപ്പോൾ ഇവർക്ക് ഒരു കോടി കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ഒരു സാധനത്തിന് ഇവർ കൊണ്ടുവയ്ക്കുന്ന 100 കോടി കയറി. അവരുടെ സ്വത്തുക്കളൊക്കെ പരിശോധിക്കണം. അതാണ് അപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള തന്ത്രിയുടെ ഫോൺ സംഭാഷണം, അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കേണ്ടി വരും. ഇവർ ആരെയൊക്കെ വിളിച്ചിരുന്നു എന്നുള്ളത് നോക്കേണ്ടി വരും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് ഇടതുമുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവരൊക്കെ അഴിയാക്കുരുക്കായി മാറിക്കഴിഞ്ഞാൽ ഓരോ സംഭവം. ആ പാട്ട് തന്നെ അതുപോലെ തന്നെയാണ് സംഭവം. അല്ല, അതാണ് ഒരു അവസ്ഥ. അപ്പോൾ ഏതായാലും ഇതിൽ ഒരു കാര്യം നമുക്ക് തറപ്പിച്ച് പറയേണ്ടി വരും. ഇതിന് തന്ത്രി തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി. ഇവിടെ എന്ത് സംഭവിച്ചാലും അദ്ദേഹം പൈസ എടുത്തില്ലെന്നുള്ള നാളെ കോടതി തെളിയിക്കട്ടെ. പക്ഷേ തന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. തന്ത്രിയുടെ മൗന സമ്മതം അല്ലെങ്കിൽ പരസ്യമായ അനുമതി ഇല്ലാതെ ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ഈ എവിടെയിരിക്കുന്ന ഓരോ മൂല്യമുള്ള വസ്തുക്കളെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള ആൾ തന്ത്രിയാണ്. തന്ത്രിയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ താണ നിലയിൽ അവിടുത്തെ ഒരു കീഴ്ശാന്തി, അയാളെ സഹായി, അങ്ങനെ എന്തോ ഒരാളാണ്.
അയാൾക്ക് ഇതിനെക്കുറിച്ച് അയാൾ ശ്രീകോലിനകത്ത് കയറാൻ കഴിയില്ല. അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് ഇവിടുത്തെ അമൂല്യ വസ്തുക്കൾ തന്ത്രിക്ക് മാത്രമാണ്. തന്ത്രിയിൽ നിന്ന് മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അയാളെ ഒപ്പം നിൽക്കുന്ന ഈ തട്ടിപ്പുകാർക്കും അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ വളരെ, അത് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തഞ്ചത്തിന് ചോദിച്ചാൽ പോലും അദ്ദേഹം ചിന്തിക്കണ്ടേ, ഇത് ഇവ ആൾ ശരിയല്ല, ഇവൻ ചിലപ്പോൾ നാളെ എടുത്തോണ്ട് പോകുമെങ്കിലോ എന്ന് ചിന്തിക്കേണ്ടതില്ല. അപ്പം ഇത് ഇതിൽ നിന്ന് ഏതായാലും തന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ഇന്ന് മകരവിളക്കാണ്. ഏതായാലും അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൂടുതൽ കള്ളങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാം പുറത്ത് വരട്ടെ. കാരണം അത് അയ്യപ്പൻ എന്ന് പറയുന്നത് നമുക്ക് ജാതിമത ഭേദമില്ലാതെ എല്ലാവരും എത്തുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളരെ ജനകീയനായ ഒരു ദൈവമാണ് അദ്ദേഹം. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അയ്യപ്പൻ. അപ്പോൾ നമുക്ക് അത് മാത്രമാണ് പറയാനുള്ളത്. തന്ത്രി ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പായി.